ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ നമ്മൾ ഡിസിഷൻ ട്രീസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ഡിസിഷൻ ട്രീയുടെ ഒരു എക്സാമ്പിൾ ഞാൻ എന്താണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഡിസിഷൻ ട്രീ ഉപയോഗിച്ച് ഒരു സാമ്പിൾ ഡാറ്റ സെറ്റ് ഉപയോഗിച്ച് ഒരു ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us start with what is called as a decision tree. Decision tree എന്ന് പറഞ്ഞാൽ decision tree is a method for approximating discrete valued target functions in which the learned function is represented by a decision tree. സാധാരണഗതിയിൽ ഒരു ഡിസ്ക്രീറ്റ് വാല്യൂഡ് ടാർഗറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഔട്ട്പുട്ട് ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ ആ ഡാറ്റ സെറ്റിലെ ഒരു ഫീച്ചർ എടുക്കുകയാണെന്ന് വെച്ചാൽ ആ ഫീച്ചറിന്റെ വാല്യൂ ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു യെസ് ഓർ നോ കണ്ടീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു കണ്ടിന്യൂസ് വേരിയബിളിന്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനും ഒരു ത്രെഷോൾഡ് വാല്യൂവിനും മേളിലുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ അതാണ് ഇറ്റ്സ് എ മെത്തേഡ് ഫോർ അപ്രോക്സിമേറ്റിംഗ് ഡിസ്ക്രീറ്റ് വാല്യൂഡ് ടാർഗറ്റ് ഫങ്ഷൻസ്. ഇപ്പോൾ നമ്മളൊരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ ആ ഡാറ്റ സെറ്റിലെ ഒരു പെർട്ടിക്കുലർ ഫീച്ചറിന്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുത്ത് നമ്മൾ ആ ഡാറ്റ സെറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ വാല്യൂവിനെ ബേസ് ചെയ്ത് നമുക്ക് ഡാറ്റ സെറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സബ് ഡാറ്റ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഡാറ്റ സെറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ എന്താണ് ഫോർ അപ്രോക്സിമേറ്റ് ഡിസ്ക്രീറ്റ് വാല്യൂ ടാർഗറ്റ് ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇൻ വിച്ച് ദ ലേൺഡ് ഫങ്ഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ എ ഡിസിഷൻ ട്രീ. അതൊരു ട്രീ സ്ട്രക്ചറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ കോൺസെപ്റ്റ് നമ്മൾ കമ്മിങ് എക്സാമ്പിൾസ് പറഞ്ഞു കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആവും. So consider the following situation. Somebody is hunting for a job. ഒരാൾ ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ആദ്യമേ അയാളുടെ ഒരു റിക്വയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരാൾ ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ അയാളുടെ ഒരു പ്രൈമറി റിക്വയർമെന്റ് എന്ന് വെച്ചാൽ അയാൾക്ക് 50,000 എങ്കിലും മിനിമം സാലറി വേണം. ദാറ്റ് ഈസ് അപ്പൊ അതിന്റെ ഡിസ്ക്രീറ്റ് വാല്യൂ എന്താണ്? അയാളുടെ ഫസ്റ്റ് റിക്വയർമെന്റ് എന്താണ്? അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഒരു ജോബ് ഹണ്ടറിനെ സംബന്ധിച്ച് അയാൾ ആ ജോബ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ റിജക്ട് ചെയ്യുന്നുണ്ടോ? ഓഫർ അക്സെപ്റ്റഡ് ഓർ ജോബ് ഓഫർ റിജക്റ്റഡ്. ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള മെയിൻ ക്രൈറ്റീരിയ എന്താണ്? ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സാലറി 50,000 എങ്കിലും ഏറ്റവും മിനിമം ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്രൈറ്റീരിയ. അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്? ആ പർട്ടിക്കുലർ അയാൾ താമസിക്കുന്ന വീടിന്റെ ഈ പ്ലേസ് ഓഫ് വർക്ക് ചെയ്യുന്ന സ്ഥലവും തമ്മിൽ എത്രയാണ്? 1 മണിക്കൂർ കൂടുതൽ സമയം എടുക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. അതായത് ഏത് കമ്പനിയിലാണോ അയാൾ ജോലി കിട്ടുന്നത് ആ കമ്പനിയും അയാൾ താമസിക്കുന്ന സ്ഥലവും തമ്മിൽ ഉള്ള ട്രാവലിംഗ് ടൈം 1 മണിക്കൂറിൽ താഴെ നിൽക്കണം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ക്രൈറ്റീരിയ. അടുത്ത ക്രൈറ്റീരിയ എന്താണ്? നമ്മൾ ആ മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ആൾക്ക് ഏത് കമ്പനിയിലാണോ ജോലി കിട്ടുന്ന ഒരു ഫ്രീ കോഫി എല്ലാ ദിവസവും രാവിലെ ഓഫർ ചെയ്യണം. ആ കമ്പനി ഫ്രീ ആയിട്ട് ആൾക്ക് ഒരു കോഫി എല്ലാ ദിവസവും രാവിലെ കൊടുക്കണം. ഈ 3 കണ്ടീഷൻസ് ആണ് അദ്ദേഹം പറയുന്നത്. ഈ കണ്ടീഷൻസിനെ നമ്മൾ എന്താ പറയുന്നത്? ഒരു ഡിസ്ക്രീറ്റ് വാല്യൂഡ് ടാർഗറ്റ് ഫങ്ഷൻസ്. ഫസ്റ്റ് ടാർഗറ്റ് ഫങ്ഷൻ എന്താണ്? സാലറി ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 50,000. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിസ്ക്രീറ്റ് ടാർഗറ്റ് ഫങ്ഷൻ. അപ്പൊ അതിന്റെ ഡിസ്ക്രീറ്റ് വാല്യൂ എന്താണ്? സാലറി ഒന്നുകിൽ ലെസ് ദാൻ 50,000 ആയിരിക്കോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 15,000 ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ജോബ് ലൊക്കേഷനും അയാൾ താമസിക്കുന്നതുമായിട്ടുള്ള സ്ഥലത്തിന്റെ ഡിസ്റ്റൻസ് ആണ്, താമസ സമയമാണ്, കൺവെൻസിനുള്ള സമയമാണ്. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1 hour. ലെസ് ദാൻ 1 hour ആണെങ്കിൽ അതിന്റെ ഇതെന്താണ്? ട്രൂ ആണ്. ഗ്രേറ്റർ ദാൻ 1 hour ആണെങ്കിൽ അതിന്റെ ഇത് ഫാൾസ് ആണ്. യെസ് ഓർ നോ. ഇനി അത് കഴിഞ്ഞ് ആ കമ്പനി ഈ പറഞ്ഞ ഈ എടുത്ത ജോബ് ആപ്ലിക്കന്റിന് ഒരു ഫ്രീ ആയിട്ടുള്ള കോഫി ഓഫർ ചെയ്യുക എന്നുള്ളത് മൂന്നാമത്തെ പ്രയോറിറ്റിയാണ്. ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്. അപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ യെസ് ആണ്. ഓഫർ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ വാല്യൂ ഫാൾസ് ആണ്. ഈ 3 കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ അദ്ദേഹം ഈ ജോലി അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അദ്ദേഹം ആ ഓഫർ റിജക്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മളൊരു ഡിസിഷൻ ട്രീ ഉപയോഗിച്ച് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയാനുള്ളത്. ഉദാഹരണത്തിന് ആദ്യമേ റൂട്ട് മോഡിൽ വന്നു. അതിനകത്ത് സാലറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50,000 ആണോ? യെസ് ആണെങ്കിൽ അതിങ്ങോട്ട് വരും. സാലറി ലെസ് ദാൻ 50,000 ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ ഡിക്ലൈൻഡ് ഓഫർ ആണ്. ഇത് നമ്മൾ ഈ ട്രീയുടെ ലീഫ് നോഡിനെ നമ്മളൊരു എലിപ്റ്റിക്കൽ സ്ട്രക്ചർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ക്ലാസ് ലേബൽ? അക്സെപ്റ്റ് ഓഫർ ഓർ ഡിക്ലൈൻ ഓഫർ.
ഈ രണ്ട് കേസേ ഉള്ളൂ. ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓഫർ ഡിക്ലയർ ചെയ്യുന്നു. അപ്പോൾ 50,000 താഴെയാണ് സാലറി എങ്കിൽ ആ ഓഫർ ഡിക്ലയർ ചെയ്യുന്നു. ഫസ്റ്റ് ക്രൈറ്റീരിയ ഫാൾസ് ആണ്. 50,000 മേളിലാണ് സാലറി എങ്കിൽ ഇദ്ദേഹത്തിന്റെ കമ്മ്യൂട്ട് 1 hour, അതായത് ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലവും ഈ വർക്ക് പ്ലേസുമായിട്ടുള്ള യാത്രയ്ക്ക് എടുക്കുന്ന സമയം ലെസ് ദാൻ 1 hour ആണെങ്കിൽ യെസ്, ഗ്രേറ്റർ ദാൻ കമ്മ്യൂട്ട് 1 hour കൂടുതലാണെങ്കിൽ ഡിക്ലൈൻ ദ ഓഫർ, ലെസ് ദാൻ 1 hour ആണെങ്കിൽ അടുത്ത ക്രൈറ്റീരിയയിലോട്ട് പോകുന്നു. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്? ഫ്രീ കോഫി ഓഫർ ചെയ്യുന്നുണ്ടോ? ഫ്രീ കോഫി ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ട്രൂ ആണെങ്കിൽ അക്സെപ്റ്റ് ദ ഓഫർ. ഫ്രീ കോഫി ഓഫർ ചെയ്യുന്നില്ലെങ്കിൽ ഡിക്ലൈൻ ദ ഓഫർ. കമ്മ്യൂട്ട് അവർ 1 hour മേളിലാണെങ്കിലും ഡിക്ലൈൻ ദ ഓഫർ. അപ്പോൾ ഇതിനകത്ത് ഒരാൾ ഒരു പുതിയൊരു സാമ്പിൾ എക്സാമ്പിൾ ഈ ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ് ഒരു ഡിസിഷൻ ട്രീ ഉണ്ടായിരിക്കുന്നെങ്കിൽ ഒരു പുതിയൊരു എക്സാമ്പിൾ വന്നു. സാലറി 60,000, commute from the place, commute less than 1 hour, and the company offers coffee, അങ്ങനെയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇഫ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ആ ഓഫർ ഡിക്ലൈൻ ചെയ്യും. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ഡിസിഷൻ ട്രീ. ഇനി നമ്മൾ ഈ ഡിസിഷൻ ട്രീയുടെ ചില പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് പറയാം. The nodes or vertices shown as ellipses are called the leaf nodes. All other nodes except the leaf node are called internal nodes. നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിനകത്ത് കണ്ട ഈ ലീഫ് നോഡിനെ നമ്മൾ എന്താണ് ഒരു എലിപ്റ്റിക്കൽ സ്ട്രക്ചർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യു സീ ദ ലീഫ് നോഡ്സ്. അതിനെയൊക്കെയാണ് നമ്മൾ ലീഫ് നോഡ് എന്ന് പറയുന്നത്. ഈ കേസിൽ ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ there are 4 leaf nodes. This is 1, this is 2nd, this is the 3rd, and this is the 4th. ഇനി റൂട്ട് നോഡ് ഒഴികെയുള്ള ബാക്കിയുള്ള നോട്ട്സിനെ ഇന്റേണൽ നോട്ട്സ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ഇന്റേണൽ നോട്ട്സ്? ഈ കമ്മ്യൂട്ട് 1 hour ആസ് വെൽ ആസ് ഓഫേഴ്സ് ഫ്രീ കോഫി, ഇത് രണ്ടുമാണ് ഇന്റേണൽ നോട്ട്സ്. അപ്പോൾ മൊത്തം എത്ര നോട്ട്സ് ഉണ്ട് ഇതിനകത്ത്? 7 നോട്ട്സുകളുണ്ട്. 7 നോട്ട്സിൽ 4 നോട്ട്സ് ലീഫ് നോട്ട്സ് ആണ്, 2 നോട്ട്സ് ഇന്റേണൽ നോഡാണ്, 1 നോഡ് റൂട്ട് നോഡാണ്. അങ്ങനെ 7 നോഡുള്ള ഒരു ഡിസിഷൻ ട്രീ ആണ് ഈ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നോട്ട്സ് തിയറിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിജിറ്റൽ ഡിസിഷൻ. ഈ ഡിസിഷൻ ട്രീയെ നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതിന് പകരം ഒരു നോഡ് യെസ് നോ, ഇതിനെ നമ്മൾ ഈ ഇന്റേണൽ നോട്ട്സിനെ റൂട്ട് നോട്ട്സിനെ ഉള്ള ഇതിനെ മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. ബാക്കിയുള്ള സ്ട്രക്ചർ എല്ലാം മാറ്റി ഒരു തിയറിറ്റിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് സെയിം ഡിസിഷൻ ട്രീ വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ ട്രീസ്? 2 തരത്തിലാണ് ഡിസിഷൻ ട്രീസ് ഉള്ളത്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ട്രീസ് ആൻഡ് റിഗ്രഷൻ ട്രീസ്. Tree models where the target variable can take discrete set of values are called classification trees. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ ട്രീയുടെ എക്സാമ്പിൾ ആണ്. ഇതിനകത്ത് ടാർഗറ്റ് വേരിയബിളിന്റെ വാല്യൂ എന്താണ്? അതിന്റെ സാലറിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 50,000. അതൊരു ഡിസ്ക്രീറ്റ് വാല്യൂ ആണ്. വെദർ ഡിസ്ക്രീറ്റ് വാല്യൂ എന്താണ്? യെസ് നോ ആണ്. അങ്ങനെയുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഒരു ക്ലാസിഫിക്കേഷൻ ട്രീ ആണ്. ഇനി ഈ ക്ലാസിഫിക്കേഷൻ ട്രീയുടെ ലീഫ് റെപ്രസെന്റ് ക്ലാസ് ലേബൽ. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞു ഇതിന്റെ ലീഫുകൾ ഏതൊക്കെയാണ്? ഡിക്ലൈൻ ഓഫർ ഇതൊരു ക്ലാസ് ലേബൽ ആണ്. ഇത് ഡിക്ലൈൻ ഓഫർ ഇസ് ദ ക്ലാസ് ലേബൽ, അക്സെപ്റ്റ് ഓഫർ ഇസ് അനദർ ക്ലാസ് ലേബൽ. ദർ ആർ 2 ക്ലാസ് ലേബൽസ്, ഡിക്ലൈൻ ഓഫർ ആൻഡ് അക്സെപ്റ്റ് ഓഫർ. ആൻഡ് ദീസ് ക്ലാസ് ലേബൽസ് ട്രീയുടെ ഏതായിട്ട് വരും? ലീഫ് നോഡിലായിട്ട് വരും. അപ്പോൾ ദാറ്റ് ഈസ് ദി സെക്കൻഡ് കേസ്. And branches represent conjunction of features that led to class label. അതിനകത്ത് ബാക്കിയുള്ള ഇത് അതായത് ബ്രാഞ്ചസ്, ഈ ട്രീയുടെ ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? യെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് സാലറി എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ആണ്. ഈ ഫീച്ചറിന്റെ വാല്യൂ 50,000 കൂടുതലാണ്. ഇറ്റ്സ് എ കൺജങ്ഷൻ ഓർ ഡിസ്ജങ്ഷൻ. സാലറി വാല്യൂ ഗ്രേറ്റർ ദാൻ 5,000. യെസ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഇനി അടുത്ത എന്ന് വെച്ചാൽ and if the commute hour is less than 1 hour, commute hour is greater than 1 hour, less than 1 hour, yes or no. അത് അടുത്തത്. അപ്പൊ ഇതിന്റെ ഒരു കൺജങ്ഷൻ ആണ്. കമ്മ്യൂട്ട് അവർ എന്ന് പറഞ്ഞ അടുത്ത ഫീച്ചർ ആണ്. അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ, അതാണ് യെസ് ഓർ നോ. ഇനി ഓഫേഴ്സ് ഫ്രീ കോഫി എന്ന് പറഞ്ഞ അടുത്ത ഫീച്ചർ ആണ്. അതിന്റെ വാല്യൂ യെസ് ഓർ നോ. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള നോട്ട്സിൽ വരുന്നത്. ഓക്കെ, ഫീച്ചറിന്റെ വാല്യൂസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ബാക്കിയുള്ള നോട്ട്സ്.
കൺജങ്ഷൻ ഓഫ് ഇറ്റ് ദാറ്റ് ലീഡ്സ് ടു ക്ലാസ് ലേബൽ. അവസാനം അത് എവിടെ കൊണ്ടെത്തുന്നു? ക്ലാസ് ലേബലിലോട്ട് എത്തുന്നു. നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിൽ accept the offer or decline the offer. These are the two class label that is assigned by the classification. ഇനി റിഗ്രഷൻ ട്രീസിൽ എന്ത് പറ്റുന്നു? ഇതിനകത്ത് ക്ലാസിഫിക്കേഷൻ ട്രീസിൽ ടാർഗറ്റ് വേരിയബിൾ ഡിസ്ക്രീറ്റ് വാല്യൂ എടുക്കുന്നതെങ്കിൽ റിഗ്രഷൻ ട്രീസിൽ ടാർഗറ്റ് വേരിയബിൾ ക്യാൻ ടേക്ക് കണ്ടിന്യൂസ് വാല്യൂസ്, റിയൽ നമ്പേഴ്സ് ആസ് ആർ കോൾഡ് റിഗ്രഷൻ ട്രീസ്. റിഗ്രഷൻ ട്രീയിൽ നമ്മളൊരു റിയൽ വാല്യൂഡ് വാല്യൂ ആണ് കൊടുക്കുന്നത്, ഓക്കെ, ആസ് എ ടാർഗറ്റ് വേരിയബിൾ. അതുകൊണ്ട് തന്നെ റിഗ്രഷൻ ട്രീസ് എന്ന് പറയും. സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ ട്രീസ്. ഇനി നമ്മൾ ഒരു ഡിസിഷൻ ട്രീയിലെ ഒരു എക്സാമ്പിൾ ഡാറ്റ സെറ്റ് ആണ് ഇനി പറയുന്നത്. ദിസ് ഗിവ്സ് ആൻ എക്സാമ്പിൾ ഡാറ്റ സെറ്റ് ഹാവിംഗ് എത്ര എക്സാമ്പിൾസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 10 എക്സാമ്പിൾസ് ഉള്ള ഒരു ഡാറ്റ സെറ്റ് ആണ്. ഇതിനകത്ത് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഒരു ഹ്യൂമൻ, ഒരു നെയിം ഓഫ് ദ സ്പീഷീസ്, ഗീവ് ബർത്ത് രണ്ടാമത്തെ ഫീച്ചർ, അക്വാറ്റിക് ആനിമൽ മൂന്നാമത്തെ ഫീച്ചർ, 4 ഏരിയൽ ആനിമൽ, ഹാസ് ലെഗ്സ്. അപ്പോൾ എത്ര ഫീച്ചേഴ്സ് ഉണ്ട്? 1 2 3 4 5 ഫീച്ചേഴ്സ് പ്ലസ് ഒരു ഔട്ട്പുട്ട് ക്ലാസ് ലേബൽ ഉണ്ട്. എത്ര ഔട്ട്പുട്ട് ക്ലാസ് ലേബൽ ഉണ്ട്? മാമൽ ഒരു ഔട്ട്പുട്ട് ക്ലാസ് ആണ്, റെപ്റ്റൈൽ അടുത്ത ഔട്ട്പുട്ട് ക്ലാസ് ആണ്, ഫിഷ് മൂന്നാമത്തെ ഔട്ട്പുട്ട് ക്ലാസ് ആണ്, ആൻഫീബിയൻ നാലാമത്തെ ഔട്ട്പുട്ട് ക്ലാസ് ആണ്, ബേർഡ് അഞ്ചാമത്തെ ഔട്ട്പുട്ട് ക്ലാസ് ആണ്. 5 ഔട്ട്പുട്ട് ക്ലാസ് ലേബലുള്ള ഒരു ഡാറ്റ സെറ്റ് ആണ്. ഓക്കെ, ഈ ഡാറ്റ സെറ്റിനെ നമ്മൾ ഒരു ഡിസിഷൻ ട്രീ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നു. അതിനകത്ത് സ്റ്റെപ്പ് 1 എന്താണെന്ന് പറയുന്നു. ഈ സ്പ്ലിറ്റ് ദ സെറ്റ് ഓഫ് എക്സാമ്പിൾസ് ഇൻടു ഡിസ്ജോയിന്റ് സബ്സെറ്റ്സ് അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് ദ ഫീച്ചർ ഗീവ് ബർത്ത്. ഓക്കെ, ഇതിനകത്ത് ഗീവ് ബർത്തിന് ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? യെസ്, നോ ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്പീഷീസിൽ യെസ്, നോ ഈ 2 വാല്യൂസ് ഉണ്ട്. ഇതിനകത്ത് യെസ് വരുന്ന എക്സാമ്പിൾസ് ഏതാണ്? ഗീവ്സ് ബർത്ത് യെസ് വരുന്ന എക്സാമ്പിൾ ഹ്യൂമൻ, പിന്നെ യെസ് വരുന്നത് ബാറ്റ്, ഗീവ്സ് ബർത്ത് യെസ് വരുന്നത് കാറ്റ്, ഗീവ്സ് ബർത്ത് യെസ് വരുന്നത് ഷാർക്ക്. അപ്പൊ എത്ര എക്സാമ്പിൾസ് ആണ് ഗീവ്സ് ബർത്ത് യെസ് വരുന്നത്? 1 2 3 4 4 എക്സാമ്പിൾസ്. ഈ 10 എക്സാമ്പിൾസിൽ 4 എക്സാമ്പിൾസിൽ ഗീവ് ബർത്ത് ഇസ് ഈക്വൽ ടു യെസ് ആണ്. അത് ഇപ്പൊ നമ്മൾ ഈ ടേബിളിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഫീച്ചർ ഗീവ്സ് ബർത്ത്, ഗീവ്സ് ബർത്ത് യെസ് വരുന്ന 4 എക്സാമ്പിൾസും ഗീവ്സ് ബർത്ത് നോ വരുന്ന 6 എക്സാമ്പിൾസും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗീവ്സ് ബർത്ത് യെസ് വരുന്ന 4 എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സ്പീഷീസ് ഹ്യൂമൻ, ബാറ്റ്, കാറ്റ്, ഷാർക്ക്. അതിന് നമ്മൾ ടേബിൾ 2 എന്ന് നെയിം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഗീവ്സ് ബർത്ത് നോ വരുന്ന 6 എക്സാമ്പിൾസ് ഉണ്ട്. ആ 6 എക്സാമ്പിൾസിനെ നമ്മൾ ടേബിൾ 3 എന്ന് നെയിം ചെയ്യുന്നു. അപ്പോൾ ടേബിൾ 1നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് ടേബിൾ 2യും അടുത്തത് ടേബിൾ 3യും. ടേബിൾ 2 ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? ഗീവ്സ് ബർത്ത് എന്ന് പറഞ്ഞ ഫീച്ചറിന്റെ വാല്യൂ യെസ് വരുന്ന എക്സാമ്പിൾസ് എല്ലാം കൂടെ ടേബിൾ 2 ആക്കി. ഗീവ്സ് ബർത്ത് എന്ന് പറഞ്ഞ ഫീച്ചർ നോ വരുന്ന കേസസ് എല്ലാം കൂടെ ടേബിൾ 3 ആക്കി. സോ വി ആർ സ്പ്ലിറ്റിംഗ് ദിസ് മെയിൻ ടേബിൾ ഇൻടു 2 ടേബിൾ ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഫീച്ചർ ഗീവ്സ് ബർത്ത്. അതെങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് നോഡില് ഫുൾ ടേബിൾ ഉണ്ട്, 10 എക്സാമ്പിൾസ് ഉണ്ട്. ഇതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഗീവ്സ് ബർത്ത് യെസ് വരുന്ന 4 എക്സാമ്പിൾസ്, ദാറ്റ് ഈസ് ടേബിൾ 2. ഗീവ്സ് ബർത്ത് നോ വരുന്ന 6 എക്സാമ്പിൾസ്, ദാറ്റ് ഈസ് ടേബിൾ 3. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2ൽ എന്താണ്? നമ്മൾ ഈ ടേബിൾ 2 എടുക്കുന്നു. ടേബിൾ 2 ഏതാണ്? ദിസ് ഈസ് ടേബിൾ 2. ഈ ടേബിൾ 2ൽ അടുത്ത ഫീച്ചർ എടുക്കും, അക്വാറ്റിക് ആനിമൽ. അക്വാറ്റിക് ആനിമലിന്റെ വാല്യൂ ഈ ടേബിൾ 2ൽ അക്വാറ്റിക് ആനിമൽ നോ വരുന്ന എത്ര എക്സാമ്പിൾസ് ഉണ്ട്? 3 എക്സാമ്പിൾസ് ഉണ്ട്. അക്വാറ്റിക് ആനിമൽ യെസ് വരുന്ന എത്ര എക്സാമ്പിൾ ഉണ്ട്? 1 എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, അക്വാറ്റിക് ആനിമൽ യെസ് വരുന്ന എക്സാമ്പിളിന്റെ ഔട്ട്പുട്ട് ക്ലാസ് എന്താണ്? ഫിഷ് ആണ്. ഓക്കെ, അക്വാറ്റിക് ആനിമൽ നോ വരുന്നതിന്റെ ഔട്ട്പുട്ട് ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? മാമലും ബേർഡും ആണ്. ഓക്കെ, ഇതിനകത്ത് ഒരു യൂണിക് ഔട്ട്പുട്ട് ക്ലാസ് കിട്ടിയപ്പോൾ ഇതിനെ നമ്മൾക്ക് ഒരു റൂട്ട് നോഡിന്റെ ലീഫായിട്ട്, ഒരു ഡിസിഷൻ ട്രീയുടെ ലീഫായിട്ട് മാറ്റാം. അതെങ്ങനെയാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ ടേബിൾ 2ന് പിന്നെയും ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ദ ഫീച്ചർ അക്വാറ്റിക് ആനിമൽ, അക്വാറ്റിക് ആനിമൽ നോ വരുന്നതും യെസ് വരുന്നതും
ആണ്. Split the based on the values of the feature. There are three possible values for this, but only two of them appear in table 2. Table 2-ൽ നമ്മൾ നോക്കുമ്പോൾ aquatic animal മെയിൻ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് വാല്യൂസ് ഉണ്ട്. നോ ഉണ്ട്, യെസ് ഉണ്ട്, സെമി ഉണ്ട്. പക്ഷേ നമ്മൾ ടേബിൾ 2-ൽ നോയും യെസ്സും ഉള്ളത് മാത്രമേ വരുന്നുള്ളൂ. ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് മൂന്ന് എക്സാമ്പിൾസ് ഉള്ള ഒരു ടേബിൾ, അതിന് നമ്മൾ ടേബിൾ 2.1 എന്ന് കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ ഉള്ള ടേബിൾ ദാറ്റ് ഈസ് 2.2 എന്ന് കൊടുക്കുന്നു. സോ ലെറ്റ് us write this ടേബിൾ 2.1 എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സാമ്പിൾസ് ഉള്ള ടേബിൾ, 2.2 എന്ന് പറഞ്ഞ ഒരു സിംഗിൾ എക്സാമ്പിൾ ഉള്ള ടേബിൾ ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ അക്വാറ്റിക് ആനിമൽ എന്ന് പറഞ്ഞ ഫീച്ചറിന്റെ വാല്യൂ നോ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടേബിൾസ്, യെസ് ആണെങ്കിൽ ഒരു സിംഗിൾ ഇത് വരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് table 2 to contain only one example and hence no further splitting is required and hence it lead to the assignment of the class label fish. അപ്പോൾ table 2.2 നെ ഏതായിട്ട് അസൈൻ ചെയ്യുന്നു? അസൈൻ ടു ദ ക്ലാസ് ലേബൽ fish. Table 2.1 need to be split into subsets based on the value of the area lane. അപ്പോൾ നമ്മൾ അടുത്ത നോക്കുന്നു, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് ഈ ടേബിൾ 2.1 പിന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഏരിയൽ ആനിമലിന്റെ വാല്യൂ. രണ്ട് എക്സാമ്പിൾ ഉണ്ട്, നോ, ഒരു എക്സാമ്പിൾ ഉണ്ട്, യെസ്. ഈ നോ എക്സാമ്പിൾ ഒരേ ക്ലാസ് ലേബലാണ് കൊടുത്തിരിക്കുന്നത് മാമൽ, യെസ് എക്സാമ്പിൾ ഒരു ക്ലാസ് ലേബലാണ് ബേർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2.1-നെ പിന്നെയും നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. യെസ് ഏരിയൽ ആനിമലിന്റെ വാല്യൂ യെസ് വരുന്നപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ക്ലാസ് ഏതായിട്ട് വരും? ബേർഡ് ആയിട്ട് വരുന്നു. ഏരിയൽ ആനിമലിന്റെ വാല്യൂ നോ വരുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ക്ലാസ് ലേബൽ മാമൽ ആയിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. So which leads to unambiguous assignments of class label, no leads to mammal and yes leads to bird. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾക്ക് ഇതിന്റെ ഡിസിഷൻ ട്രീ ഒന്ന് വരയ്ക്കാം. സ്റ്റെപ്പ് 2-ന്റെ ശേഷം നമ്മൾ നോക്കാം. ടേബിൾ 1നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ടേബിൾ 2-ഉം ടേബിൾ 3-യും. ടേബിൾ 2-ൽ 4 ഫീച്ചേഴ്സും ടേബിൾ 3-ൽ 6 ഫീച്ചേഴ്സും ഉണ്ട്. ഈ 4 ഫീച്ചേഴ്സിൽ എന്താണ് അക്വാറ്റിക് എന്ന് പറഞ്ഞ ഫീച്ചർ എടുക്കുന്നു. അക്വാറ്റിക് യെസ് ആയിട്ടുള്ളത് ഒരു ഫീച്ചർ ആണുള്ളത്, ഒറ്റ എക്സാമ്പിൾ ആണുള്ളത്. അതിനെ നമ്മൾ ഏതായിട്ട് അസൈൻ ചെയ്തു? ഫിഷ് ആയിട്ട് അസൈൻ ചെയ്തു. അക്വാറ്റിക് നോ ഉള്ളത് മൂന്ന് എക്സാമ്പിൾസ് ഉണ്ട്, ദാറ്റ് ഈസ് ടേബിൾ 2.1. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ടേബിൾ 2.1 പിന്നെയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഏരിയലിന്റെ വാല്യൂ യെസ് വരുന്നതും നോ വരുന്നതും. ഏരിയലിന്റെ വാല്യൂ യെസ് വരുമ്പോൾ അതിനെ അക്വാറ്റിക് ഇതിനെ ബേർഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏരിയലിന്റെ വാല്യൂ നോ വരുമ്പോൾ അതിനെ മാമൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ സ്റ്റെപ്പ് 2-ന് ശേഷം ദിസ് വിൽ ബി ദി ഡിസിഷൻ ട്രീ. ഇനി ഇതുപോലെ സ്റ്റെപ്പ് 3-ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടേബിൾ 3-യെ പിന്നെയും we are trying to attempting to split the table 3 and let us see how this table 3 looks like. Step 3, consider the examples if table 3. Split table 3 into disjoint subsets. Table 3 എടുക്കുക. ഓക്കെ റൈറ്റ്. ടേബിൾ 3 ഞാൻ എടുക്കുകയാണ്. ഇതിനെ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് ഫീച്ചർ എടുക്കുക, ഇതെല്ലാം നോ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അക്വാറ്റിക് ആനിമൽ എന്ന് പറഞ്ഞ ഫീച്ചർ എടുത്തു, അതിനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 3 വാല്യൂസ് ഉണ്ട്, നോ, യെസ് ആൻഡ് സെമി. ഓക്കെ, അപ്പോൾ നമ്മൾ അക്വാറ്റിക് ആനിമലിന്റെ ബേസിൽ നമ്മൾ ഈ ടേബിൾ 3-നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് അക്വാറ്റിക് ആനിമലിന്റെ ബേസിൽ ടേബിൾ 3-നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? We will get 3 sub tables. Aquatic animalന്റെ വാല്യൂ യെസ് വരുന്ന ഒരു സബ് ടേബിൾ, അക്വാറ്റിക് ആനിമലിന്റെ വാല്യൂ സെമി ഫീച്ചറിന്റെ വാല്യൂ സെമി വരുന്ന അടുത്ത സബ് ടേബിൾ, അക്വാറ്റിക് ആനിമലിന്റെ വാല്യൂ നോ വരുന്ന അടുത്ത സബ് ടേബിൾ. അപ്പൊ 3 സബ് ടേബിൾ എടുത്തു. അക്വാറ്റിക് ആനിമലിന്റെ വാല്യൂ യെസ് വരുന്നത് ആണെങ്കിൽ നമ്മൾ അതിനെ ഡയറക്റ്റ് ആയിട്ട് ഫിഷ് ക്ലാസ് ആയിട്ട് അസ്യൂം ചെയ്യാം. അക്വാറ്റിക് ആനിമലിന്റെ വാല്യൂ സെമി വരുന്നതിന് എല്ലാം ഔട്ട്പുട്ട് ക്ലാസ് ആൻഫീബിയൻ ആണ്. അപ്പോൾ സെമി വരുന്നതിന് ഔട്ട്പുട്ട് ക്ലാസ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ അക്വാറ്റിക് ആനിമൽ നോ വരുന്ന കേസിനെ 2 കേസ് എടുക്കുന്നു, റെപ്റ്റൈലും ബേർഡും ഉണ്ട്. ഇതിനെ അഗൈൻ ഫർദർ സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടേബിൾ 3.3 ഫർദർ സ്പ്ലിറ്റ് ചെയ്യണം. പക്ഷെ ടേബിൾ 3.1 and 3.2 പിന്നെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഡയറക്ട്ലി അസൈൻ ഔട്ട്പുട്ട് ക്ലാസ് ലേബൽ ഫിഷ് ആസ് വെൽ ആസ് ആംഫീബിയൻ. അപ്പൊ അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനെ ടേബിൾ 3.3-നെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 3.1, 3.2 ആൻഡ് ടേബിൾ 3.3. 3.1-നെ ഫിഷ് ഔട്ട്പുട്ട് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ടേബിൾ 3.2-നെ ഔട്ട്പുട്ട്
ക്ലാസ് ആംഫീബിയൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ടേബിൾ 3.3നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഏതിനെ ബേസ് ചെയ്തിട്ട്? ഏരിയൽ വാല്യൂ, അടുത്ത ഫീച്ചർ വാല്യൂ ഏതാണ്? ഏരിയൽ എടുത്തു. ഏരിയലിന്റെ വാല്യൂ നോ ആണെങ്കിൽ റെപ്റ്റൈൽ, ഏരിയലിന്റെ വാല്യൂ യെസ് ആണെങ്കിൽ ബേർഡ്. അപ്പോൾ നമ്മൾ അതിനെ ഏരിയലിന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. യെസ് ആണെങ്കിൽ ബേർഡ്, നോ ആണെങ്കിൽ റെപ്റ്റൈൽ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ട്രീ വരച്ചു. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ഡിസിഷൻ ട്രീയുടെ ക്ലാസിഫിക്കേഷൻ റൂൾ എടുക്കുക. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗീവ്സ് ബർത്തിന്റെ വാല്യൂ യെസ് ആണോ നോ ആണോ എന്ന് നോക്കുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്ലാസ്. ഇഫ് ഗീവ്സ് ബർത്ത് വാല്യൂ യെസ് ആണോ എന്ന് നോക്കുന്നു. യെസ് ആണെങ്കിൽ അതിന്റെ ഉള്ളിലാണ് ഇത്രയും കേസ്. ഈ സ്റ്റെപ്പ് 1 to 10 ഏതിനകത്താണ് ഉള്ളത്? ഗീവ്സ് ബർത്ത് യെസിന്റെ കേസിനകത്ത് വരുന്നത്. അതിന്റെ ഉള്ളിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? അക്വാറ്റിക്കിന്റെ വാല്യൂ യെസ് ആണോ എന്ന് നോക്കുന്നു. സോ അതിനകത്ത് ഇഫ് അക്വാറ്റിക് ഇസ് ഈക്വൽ ടു യെസ്. അക്വാറ്റിക് എസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിഷ് എന്ന് പറഞ്ഞ ക്ലാസ് അസൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഐ എം റൈറ്റിംഗ് ഇൻ ദ റൂൾ റിട്ടേൺ ക്ലാസ് ഇസ് ഈക്വൽ ടു ഫിഷ്. അക്വാറ്റിക് നോ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അക്വാറ്റിക് നോ ആണെങ്കിൽ again ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഏരിയലിന്റെ കേസിൽ പിന്നെ ചെക്ക് ചെയ്യുന്നു. ഏരിയലിന്റെ വാല്യൂ യെസ് ആണോ നോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് അക്വാറ്റിക് വാല്യൂ നോ ആണെങ്കിൽ ഏരിയൽ എസ് ആണെന്ന് നോക്കുന്നു. ഏരിയൽ എസ് ആണെങ്കിൽ എന്ത് ഔട്ട്പുട്ട് ക്ലാസ് എന്താണ്? റിട്ടേൺ ബേർഡ്. ഏരിയൽ നോ ആണെങ്കിൽ റിട്ടേൺ മാമൽ. അപ്പൊ അതിനകത്ത് എഴുതുന്നു ഏരിയൽ ഇസ് ഈക്വൽ ടു യെസ് ആണെങ്കിൽ റിട്ടേൺ ക്ലാസ് ഇസ് ഈക്വൽ ടു ബേർഡ്, എൽസ് ആണെങ്കിൽ റിട്ടേൺ ക്ലാസ് ഇസ് ഈക്വൽ ടു മാമൽ. ഇത് കഴിഞ്ഞ് ഇതിന്റെ എൽസ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേവ് ബർത്ത് ഇസ് ഈക്വൽ ടു നോ. ദാറ്റ് ഈസ് അറ്റ് സ്റ്റെപ്പ് 3. That is table 3. Table 3 എടുക്കുന്നു. Table 3 നോക്കുക. ഇത് നോ ആണെങ്കിൽ ഇതിനെ എന്തിനെ ബേസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുന്നു? അക്വാറ്റിക്കിന്റെ വാല്യൂ യെസ്, സെമി, നോ. 3 കേസാണ് ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത്. ഇഫ് അക്വാറ്റിക് ഈക്വൽ ടു യെസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അക്വാറ്റിക്കിന്റെ വാല്യൂ യെസ് ആണെങ്കിൽ ഫിഷ് ആയിട്ട് അസൈൻ, റിട്ടേൺ ക്ലാസ് ഇസ് ഈക്വൽ ടു ഫിഷ്. അക്വാറ്റിക്കിന്റെ വാല്യൂ സെമി ആണെങ്കിൽ റിട്ടേൺ ക്ലാസ് ഇസ് ഈക്വൽ ടു ആംഫീബിയൻ. സോ അക്വാറ്റിക്കിന്റെ വാല്യൂ സെമി ആണെങ്കിൽ റിട്ടേൺ ക്ലാസ് ഇസ് ഈക്വൽ ടു ആംഫീബിയൻ. ഇനി അക്വാറ്റിക്കിന്റെ വാല്യൂ നോ ആണെങ്കിൽ പിന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം ബേസ്ഡ് ഓൺ ഏരിയൽ. അപ്പൊ നമുക്ക് നോക്കാം. അക്വാറ്റിക്കിന്റെ വാല്യൂ നോ ആണെങ്കിൽ ഏരിയലിന്റെ വാല്യൂ യെസ് ആണെങ്കിൽ എന്ത് കൊടുക്കുന്നു? ഏരിയലിന്റെ വാല്യൂ യെസ് ആണെങ്കിൽ ഔട്ട്പുട്ട് റിട്ടേൺ ഔട്ട്പുട്ട് ക്ലാസ് ഇസ് ഈക്വൽ ടു ബേർഡ്. ഏരിയലിന്റെ വാല്യൂ നോ ആണെങ്കിൽ റിട്ടേൺ ഔട്ട്പുട്ട് ക്ലാസ് ഇസ് ഈക്വൽ ടു റെപ്റ്റൈൽ. അത് ഇവിടെ കൊടുക്കുന്നു. ഏരിയലിന്റെ വാല്യൂ യെസ് ആണെങ്കിൽ റിട്ടേൺ ക്ലാസ് ഇസ് ഈക്വൽ ടു ആംഫീബിയൻ. ഏരിയലിന്റെ വാല്യൂ നോ ആണെങ്കിൽ റിട്ടേൺ ക്ലാസ് ഇസ് ഈക്വൽ ടു റെപ്റ്റൈൽ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. സോ വി ആർ റൈറ്റിംഗ് ദ ഡിസിഷൻ ട്രീ റൂൾസ് ബേസ്ഡ് ഓൺ ദിസ്. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഡിസിഷൻ ട്രീസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഡിസിഷൻ ട്രീസിൽ ഒരു ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ഏത് ഫീച്ചറിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഡിസിഷൻ അറൈവ് ചെയ്യും, ഈ ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്യും. ഈ കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മൾ ഈ ഫസ്റ്റ് എക്സാമ്പിളിൽ നമ്മൾ ആദ്യമേ സ്പ്ലിറ്റ് ചെയ്തത് ഗീവ്സ് ബർത്ത് എന്ന് പറഞ്ഞ ഫീച്ചർ എടുത്തു, അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ എടുത്തിട്ട് കിട്ടിയ ഇതിനെ നമ്മൾ അക്വാറ്റിക് ആനിമൽ എന്ന് പറഞ്ഞ ഫീച്ചർ എടുത്ത് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ കിട്ടിയ ഇതിനെ നമ്മൾ ഏരിയൽ ആനിമലിനെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തപ്പോൾ യു ക്യാൻ ഫൈനലി കം ടു ദ കൺക്ലൂഷൻ. ഓക്കെ, ഈ ആസ്ലെക്സ് ഫീച്ചറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് ക്ലാസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചു. പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെച്ചിട്ട് ഏത് ഫീച്ചറിനെ നമ്മൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നമ്മളൊരു ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ ഈ ഓർഡർ നമ്മൾ എടുത്തു. ഇനി ടേബിൾ 3 എടുത്തപ്പോൾ നമ്മൾ അക്വാറ്റിക് ആനിമലിന്റെ വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ ടേബിൾ 3നെ സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏത് ഫീച്ചർ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് there are some methods you are finding out the entropy and gain. ഇത് ഉപയോഗിച്ച് നമ്മൾ ഏത് ഫീച്ചറിനെ സെലക്ട് ചെയ്യണം ഫോർ ടേക്കിംഗ് ദി അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റും. ഹൗ ടു സെലക്ട് ദി ഫീച്ചേഴ്സ് ഇൻ അറൈവിംഗ് അറ്റ് എ ഡിസിഷൻ ഇൻ ദ കേസ് ഓഫ് എ ക്ലാസിഫിക്കേഷൻ ട്രീസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിസിഷൻ ട്രീസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ പേഴ്സണലി വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.